നിങ്ങളെന്താ ഒറ്റക്ക് വരുന്നേ? എന്ത് പണി? ഇത് 2 വണ്ടിയോ? അപ്പൊ നക്ക ഒരു ബുള്ളറ്റ് ആരുതാ? എന്താ ആരുതാ വരുതോ? ഓരോ വണ്ടി നിങ്ങൾ വാങ്ങിക്കൊണ്ടോ നന്നാക്കാന്? എവിടേക്ക് പോണേ അമ്മിണി? ജാണ്ടാ ഈ വണ്ടിക്ക് എന്താ പണി? ഇതിനെ ഇതാണ്ട ബ്രേക്ക് പിടിച്ചാലേ വീല് ഈ ടയർ ജാമായി കിടക്കുന്നത്. അപ്പൊ അത് വണ്ടിയല്ലല്ലോ ഇപ്പൊ. ഇതിന്റെ അല്ല, ഇതിന്റെ നമ്മളൊരു പരിചയക്കാരൻ്റെ. ഇത് നമ്മളെ രഥം അതാണ്ടാ കൈകാത്ത നല്ല വൃത്തി കണ്ടു വണ്ടി. ആകെ വൃത്തിയുള്ള വണ്ടി അത്. ഈ ആഴ്ചയിൽ ഒരു കല്ലിന്റെ പൈസ പിരിക്കാൻ മാത്രമാണ് ഈ വണ്ടി വെച്ച് പോക്ക്. എല്ലാം തെറ്റാ പോക്ക്. ലോങ് അന്നാള് വളാഞ്ചേരി ലോങ് ഇല്ലേ? എന്റെ സ്പോക്കറ്റ് കഴിഞ്ഞിരിക്കണ, സ്പോക്കറ്റ് ആകെ പൊട്ടിക്കണം. അത് മാറ്റണം. ഒരു ഇഞ്ച് ആ സാധനം കാണിച്ചറിയാന് പൊസക്ക് ഇതാ വണ്ടിക്ക് മാറ്റമുള്ളതാണ്. ഇത് നമ്മളെ വണ്ടിക്ക് മാറ്റമുള്ള സാധനങ്ങളാണിത്. നമ്മളെ വണ്ടിന്റെ ഇതാണ്ടാ ഈ സാധനം. ഇത് നമ്മൾ അതിന് മാറ്റമുള്ളതാണിത്. ഇതിന്റെ അയച്ചു കാണുന്ന ക്ലീൻ ആക്കി കുടിക്കുക, ഗ്രീസ് ഇട്ട് കുടിക്കാൻ തന്നെ ഇത് റെഡിയാവും. അത് നമ്മളതിന് മാറ്റമുള്ളതാണ്. അത് മാറ്റണം. ഈ ചിങ്ങാമ മാറ്റണം, ലൈനർ മാറ്റണം, ഒക്കെ മാറ്റണം. പണിക്കോണില്ലേ? പണിക്ക് പോകണം. ഫോണിന്റെ മുന്നേ തന്നെ ഇതൊക്കെ തീർത്ത് പോയാലേ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനാ. എന്നാ ആയിക്കോട്ടെ, എന്നാ ശരി. പണി ബൈക്കിന്റെ ലൈനറും കാര്യങ്ങളൊക്കെ മാറ്റാച്ചിട്ട് പിന്നെ അതിന്റെ ഡിസ്കിന്റെ വലുതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിന്റെ ചെയിൻസ് പോക്കറ്റും കാര്യങ്ങളൊക്കെ പല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് മാറ്റാച്ചിട്ടുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ എന്റെ ബൈക്കിൻ്റെത്. അങ്ങനെ ഇരിക്കും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങാടിയിൽ വന്നപ്പോൾ അവന്റെ ബൈക്കിന്റെ ഫ്രണ്ട് വീല് ജാമായത് കാരണം അവൻ പറഞ്ഞു എനിക്ക് ഒരു ബൈക്ക് പോവാണ്ട് അത്യാവശ്യമാണ്, ബുദ്ധിമുട്ടാണ്, ഇപ്പൊ വണ്ടി ഒന്നും പോകാൻ കഴിയില്ല, അപ്പൊ എന്റെ ബൈക്ക് തരുവച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ബൈക്ക് തന്നിട്ട് കാര്യമില്ല, എന്റെ ബൈക്ക് തന്നാലും എനിക്ക് ഡബിളും ബൈക്കാൻ വഴിയിലെ സിംഗിളും പോകാൻ പറ്റില്ല. ചെയിൻസ് പോക്കറ്റ് ഒക്കെ കടകട സൗണ്ട് ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുപോണ്ടാ, തൽക്കാലം എൻ്റെ ബൈക്കല്ലേ ഞാനൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഇപ്പം ശരിയാക്കി തരാറ്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണത്. അതിൻ്റെ ഉള്ളിൽ അതിനകത്ത് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യണം. അതൊന്ന് ക്ലീൻ ആക്കിങ്ങാണ്ടൊന്ന് ഡീസലൊക്കെ ഇട്ടൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടൊന്ന് ഗ്രീസ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സെറ്റാക്കിയാണ്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരാളെ സ്പെൻഡറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇട്ടാൽ കൂടുതലായിട്ട് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് ബുള്ളറ്റിന്റെ ബ്രേക്ക് വെക്കും, ഫ്രണ്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ചെറിയ ലൈനറാണ്, ഫ്രണ്ടിൽ വരുന്ന വലിയ ലൈനറാണ്. നമ്മളെ ബജാജിന്റെ ഒക്കെ ഓട്ടോറിക്ഷന്റെ ഒക്കെ മാറ്റൊക്കെ ഒരു ലൈനറാണ് വരുന്നത് കേട്ടോ കൂടുതലും ഫ്രണ്ടിൽ. പിന്നെ അത് പറഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും, ഒറ്റ ദിവസം അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ മൊത്തത്തിൽ ഊരിങ്ങാണ്ട് പീസാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ലൈനറിന്റെ ഉള്ളിൽ വരുന്ന ഒന്ന് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വരുത്തിയിട്ട് നല്ല സാൻഡ് പേപ്പർ കിട്ടാണ്ടൊന്ന് വരുത്തി ലൈനറിന്റെ ഹബിന്റെ ഉള്ളിൽ ഒന്ന് വരുത്തി, പിന്നെ ലൈനർ ഒന്ന് വരുത്തിയിട്ടാൽ തന്നെ കുറേയൊക്കെ റെഡിയാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ക്യാമ് വരുന്നുണ്ട്. 2 ക്യാമ് നമ്മൾ ഇത് ലൈനർ തിരിയാളെ 2 ക്യാമ് വരുന്നുണ്ട്. ആ ക്യാമ് രണ്ടും നമ്മൾ ഊരിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് അതിൻ്റെ ഡീസലും കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് ഒന്ന് ക്ലിയർ ആക്കി അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു മെഴുക്ക് ഒട്ടിപ്പിടിച്ചൊരു മെഴുക്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഹോൾ. ഇതിൽ ഈ ക്യാമ ഇറക്കണ ഇതുണ്ട്, ഒരു സീറ്റിംഗ് സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരെ നമ്മൾ ഒന്ന് ഡീസലൊക്കെ ഇട്ട് കണ്ട് ഇതാക്കി കഴിഞ്ഞാൽ പഴയതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ള പിസറും കാര്യങ്ങളും ഗ്രീസിന്റെ അംശങ്ങളൊക്കെ അതിലുണ്ടാവും. അതൊക്കെ കൊണ്ട് പോയാൽ തന്നെ വണ്ടിക്ക് കുറേയൊക്കെ ഒരു ഉന്മേഷം കിട്ടും. കാരണം ബ്രേക്ക് പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു ഫ്രീ ആവും. പിന്നെ നമ്മൾ സ്പ്രിങ് പൊതുവേ നമ്മൾ അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നല്ല സ്പ്രിങ് സ്ട്രോങ് ഉള്ളത് നമ്മൾ പുതിയ ലൈനർ മാറ്റുന്ന സമയത്ത് തന്നെ പുതിയ ലൈനറിൻ്റെ കൂടെ തന്നെ സ്പ്രിങ്ങും കിട്ടുന്നതാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു നല്ലതാണ്. പഴയ സ്പ്രിങ് ഇങ്ങനെ യൂസ് ചെയ്ത് അതിൻ്റെ പവർ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും വരലുണ്ട് ചില സമയത്തൊക്കെ ഉണ്ടാവും. ലേഡിന് എല്ലാവരും പറഞ്ഞേക്കിൻ്റെ ഫ്രണ്ട് ചെറുക്കിയും കുറവാണ്, ക്ലാസിക്കിന് ഫ്രണ്ട് ചെറുക്കിയും കൂടുതലാണെന്നൊക്കെയാണ് ഞാൻ കേട്ടറിവ് കേട്ടോ. നമുക്കറിയില്ല, നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ലെവലിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായം എന്താണെന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ല ഇതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ അവസ്ഥ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചതാണ് അതിൻ്റെ ക്യാമ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പം ഡീസൽ ഇതാക്കിയാണ് മുക്കിയാണ്ടുള്ള ഒരു ക്ലോത്ത് ഉണ്ട്. ആ ക്ലോത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ജസ്റ്റ് 2 കറക്കലിറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കച്ചറയും കാര്യങ്ങളൊക്കെ തന്നെ പോകും. അത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുന്നേക്കാളും നല്ല 2 കറക്കൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പരിപാടിയൊക്കെ അതിനുള്ളിൽ കണ്ട് ക്ലിയർ ആയി പോട്ടാം. കാരണം നമുക്ക് പിന്നെ 2 ഹോളിലുള്ള 2 ഹോൾ നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ 2 ചുറ്റിയാൽ ഉഷാറായിട്ട് പോട്ടെ. പിന്നെ ഗ്രീസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന വീഡോളിൻ്റെ ലോങ് ഗ്രീസ് ആയിട്ട്. അത് നമ്മൾ അത്രയും ഹീറ്റ് വന്നാലും ഉരുകാത്ത ഗ്രീസാണ്. അത് വണ്ടിക്കൊക്കെ യൂസ് ചെയ്യേണ്ടല്ലോ സ്ഥിരമായിട്ട്. അപ്പം അങ്ങനത്തെ ഗ്രീസൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും വരാനുള്ള സാധ്യത ഇല്ല. കാരണം എന്താ വെച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഗ്രീസാണല്ലോ നമ്മൾ വണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെയിനൊക്കെ ടൈറ്റ് ചെയ്ത് അതിന് ഗ്രീസും ലൂബും കാര്യങ്ങളൊക്കെ കൊടുത്തു പോയാൽ തന്നെ ഒരുവിധം വണ്ടിക്കൊക്കെ ഒന്നും വലിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഒന്നും വരില്ല. പിന്നെ അതിൻ്റെ സിംഗാമിന് കംപ്ലൈൻറ്റ് വന്നാലാണ് സിംഗാമ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വഴിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ലെവലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ നമ്മളവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇൻഡസ്ട്രി വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അയച്ച് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഇരുമ്പ് ടൈപ്പ് സിങ്ങാമ്പൊക്കെ കയറ്റി തരും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ബാക്കിൽ സ്പോക്കറ്റിന് പൊട്ടാനുള്ള സാധ്യത കുറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണവർക്കൊക്കെ ഒരു ഇത് നല്ല കാര്യം കേട്ടോ അത് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഈ സ്പോക്കറ്റിൻ്റെ പല്ല് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വിധം ഏത് ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു വിധം വ്യക്തികൾക്കൊക്കെ വരുന്നൊരു പ്രശ്നമാണ് ഈ ചെയിൻ സ്പോക്കറ്റ് പല്ല് പോവുക പൊട്ടുക അങ്ങനെയുള്ളൊരു പ്രശ്നം. പിന്നെ നമുക്ക് ലൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനർ ഫ്രണ്ടിൻ്റെ ലൈനർ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. കാരണം അതൊക്കെ ഒരുപാട് പോകും, 1-2 മാസം കൊല്ലങ്ങളൊന്നുമല്ല, ചിലപ്പോൾ അതങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം കൊണ്ടി വരും. അങ്ങനെ ഞാൻ നന്നാക്കണതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഇങ്ങനെ നിന്ന് നന്നാക്കണമായതുകൊണ്ട് അപ്പം എന്ത് ചെയ്ത് ഞാനും ഇരിക്കാച്ചിട്ട് ഞാനൊരു അപ്പുറത്തൊരു താപ്പൊക്കെ എടുത്ത് പോയി എന്നുണ്ട്. അത് വെച്ചിട്ട് പിന്നെ അയിമ ഇരുന്നിട്ട് എന്നിട്ട് പിന്നെ എൻ്റെ ഒരു കലാപരിപാടി മൊത്തം. കാരണം നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള ഒരു ചെയറോ സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമ്മളടുത്ത് അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു താപ്പുക്ക് അവിടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ താപ്പുക്ക് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ള പണികൾ ഞാൻ ആരംഭിച്ച് കിട്ടാം. കാരണം എൻ്റെ ഹെൽപ്പറായിട്ട് എൻ്റെ മോൻ തന്നെ ഉണ്ട് കേട്ടോ കൂടെ. ഓന് സാധനം ഒന്നും എടുത്തുതരാനോ സഹായിക്കാനൊന്നും ഇല്ല കേട്ടോ കൂടെ വന്നിരിക്കുന്നത്. കാരണം കച്ചറ ഉണ്ടാക്കാതെ എങ്ങനെയൊക്കെ ഒന്ന് തകർക്കുക, ഒന്ന് എറിഞ്ഞൊട്ടിക്കുക, ഇതിലൊക്കെയുള്ള പരിപാടിക്കാണ് ആൾ വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ആളിപ്പോൾ അത് അങ്ങനെ വീട്ടിൽ നിന്ന് വണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ഇവിടെയും പോകണം എന്ന് പറയുന്നുണ്ട്, വരണം എന്ന് പറയുന്നുണ്ട്. അമ്മേൻ്റെ അടുത്തേക്ക് പോകണം. ഓളാണ് ബാങ്കിക്ക് പോയതാട്ടോ, വൈഫ് പോയതാണ്. വൈഫ് ബാങ്കിക്ക് ചേച്ചിയുടെ കൂടെ പോയതാട്ടോ. ചേച്ചിയുടെ മോളും കൂടെ ബാങ്കിക്ക് പോയതാണ്. അപ്പോൾ വരണമെങ്കിൽ തന്നെ കുറച്ച് നേരം. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം ഓനെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പണീൻ്റെ ഇടയിൽ കൂടെ ഓനെ നോക്കാറുണ്ടെങ്കിൽ ഓന് എൻ്റെ പണി എടുക്കാതിരിക്കില്ല, ഓൻ്റെ പണി മാത്രമേ നടക്കൂ. പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിൻ്റെ ഇടയിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അത് അറിയില്ല എന്നുണ്ടെങ്കിലും സഹായിക്കുക. സ്പാൻ ടൂൾസുകൾ കൊണ്ടുത്തരിക, പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത ടൂൾസ് കൊണ്ടുത്തരിക, അങ്ങനെയൊക്കെ ഒരു പണിയാട്ടോ അവൻ്റെ ഇത് പൊതുവേ ഉള്ളത്. കാരണം ഇന്നതൊന്നും ഇല്ല, ഓനെന്തോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. സ്പാൻഡറായിട്ട് അവിടെ പോയി മേടിയാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളാട്ടോ അവൻ്റെ അടുത്തുള്ളത്. കാരണം അറിയാനേ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളെ ലൈനറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഹബിൽ സെറ്റ് ചെയ്ത് അതിൻ്റെ സ്പ്രിങ്ങും കണക്ഷനൊക്കെ കൊടുത്ത് കണ്ട് എന്ത് ചെയ്ത് അതിൻ്റെ ഹബിൻ്റെ ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത്, പിന്നെ ഇപ്പം നമ്മൾ വല്ലവന് പുല്ലുവായതെന്ന് പറഞ്ഞ മാതിരി തന്നെയുള്ള നമ്മളെ മകന്തായും പിന്നെ ചെറിയൊരു കുത്തുള്ളിയൊക്കെ വെച്ചാണ് ഒന്നും കൂടി ടൈറ്റ് ആക്കിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ടൈറ്റ് ഇല്ലാത്തതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ലെവലിലാണ്, ലൂസാവും എന്നുള്ള നിലയ്ക്കുള്ളത്. അപ്പം നമ്മളത് തിരിച്ചു കഴിഞ്ഞേക്ക് നമ്മൾ ആ തിരിച്ചു കഴിഞ്ഞ അപ്പുറത്ത് നമ്മളിതുണ്ടല്ലോ, നമ്മളെ കിലോമീറ്റർ കേബിളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പിനിയുണ്ടായിരുന്നു. അത് തിരിച്ചിട്ട് ചെറിയൊരു ലൂസ് വന്നും ചെയ്ത് അങ്ങനെ അത് രണ്ടാമത് റിട്ടേൺ കൊടുക്കിയിട്ടാണ് ഞാൻ പിന്നെ ഇതാക്കി കിട്ടുക. അത് അതിൻ്റെ ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറിയത് പ്രശ്നം പാട്ടുകൊണ്ടാണ് പിന്നെ രണ്ടാമത് അയച്ചുകൊണ്ട് രണ്ടാമത് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി ഉഷാറായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളതിന് വലിയൊരു കുഴപ്പമില്ലാത്ത ലെവൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ വീല് നല്ല ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്. കാരണം ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്, ഒരു ടെൻഷനും ഇല്ല. അപ്പം നമുക്ക് ഇനി ധൈര്യത്തിൽ ഓടിക്കും പോട്ടെ ഈ കണ്ടീഷനിൽ. കാരണം ഫ്രണ്ട് വീല് ജാമുക എന്നുള്ളതാണ് ഒരുവിധം ഏതൊരു ബുള്ളറ്റ് വണ്ടി കൊണ്ടെടുക്കണതിൻ്റെ ആളെ അവസ്ഥയും പൊതുവേ തന്നെയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് വീല് ജാം വരിക, പിന്നെ ബാക്ക് വീലിലുള്ള നിന്ന് സൗണ്ട് വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഈ സാധനത്തിന് പൊതുവേ ഉണ്ട്. പിന്നെ നല്ല നമ്മൾ കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കൊണ്ടെടുക്കുക. കാരണം നമ്മളെ കുഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടാ. അപ്പം എൻ്റെ ഹെൽപ്പറായിട്ടുള്ള ആദ്യം എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, അതിനൊരു വിട്ടുവീഴ്ചയില്ല കേട്ടാ. അങ്ങനെ നമ്മൾ ഈ ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പെഡലിൻ്റെ നമ്മൾ ബ്രേക്ക് പെഡലിൻ്റെ ഒരു ഇതൊന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ ബോൾ ഒന്നും കൂടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രിങ് ഉണ്ട് കേട്ടോ. ഒരു സാധനത്തിനും വേണ്ടിയിട്ടുള്ളൊരു സ്പ്രിങ് ആണ് അത്. നമ്മൾ ഈ ആപ്പിൻ്റെ റിലീസിങ് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സാധനമാണ് സാധാരണ ഇടയിൽ ഇട്ടാൽ. നമ്മൾ എന്തെങ്കിലും റിട്ടേൺ പോകാനും കാര്യങ്ങൾക്കൊക്കെ അതാണ് ഇടൽ. ഇട്ടാൽ തന്നെ നമ്മൾ റിട്ടേൺ അങ്ങോട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു നല്ലൊരു സിസ്റ്റമാണ് സ്പ്രിങ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതേമാതിരി വീൽ ജാമുള്ളവർക്കും ഉള്ളിൽ സ്പ്രിങ് പൊട്ടിയ ആളുകൾക്കൊക്കെ അതേമാതിരി ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒരു സ്പ്രിങ് കണക്ഷൻ ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് വളരെ നല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കിലോമീറ്റർ കേബിൾ തന്നെ കൊടുക്കാണ്ടിരുന്നത്. അങ്ങനെ ഞാനത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ആദ്യമോൻ നമ്മളെ കൂടെ തന്നെ ഉള്ളത്. അങ്ങനെ ആദ്യമോൻ എന്ത് ചെയ്ത് വണ്ടിയൊക്കെ ഓടിക്കണം തന്നെ. അപ്പോൾ നന്നാക്കിയല്ലേ നമുക്ക് വണ്ടിയിട്ട് പോകാൻ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, അപ്പോൾ കയറുന്ന വണ്ടി കയറി തന്നെ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ട്രയൽ ചെയ്യാൻ വേണ്ടി പോയതൊക്കെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇത്രയും നന്നാക്കിയ സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ വണ്ടി എന്താ പാടുന്നുള്ളത്. എന്തായാലും നമ്മളെ വണ്ടിനേക്കാളൊക്കെ ബെറ്റർ ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യം. നമ്മളെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓടിച്ച് നമ്മൾ കുറേ കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഓട്ടോ ഓടിക്കുന്ന ആ വണ്ടി. കാരണം ഒരു ദിവസം പോലും നിൽക്കാതെ ഓടുന്ന വണ്ടിയാണ്. അപ്പോൾ എന്താ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടി തയങ്ങിയിരിക്കണം. ഇനി അത് ഒന്ന് റീസ്റ്റോർ ചെയ്യേണ്ട പണികളൊക്കെ ഉണ്ട് ടൈമിൽ. അപ്പോൾ ഏതായാലും അതിനായിട്ടില്ല, കുറച്ചും കൂടി കഴിയട്ടെ. അപ്പോൾ
വീട്ടിൽ എൻ്റെ ബൈക്ക് തീരെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് എങ്ങനെ നന്നാക്കി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കേണ്ടത്. കാരണം ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ എൻ്റെ ബൈക്ക് നമുക്ക് തിരിയാൻ പറ്റുള്ളൂ. ഈ ആഴ്ചയിൽ എന്തായാലും ഇനി കഴിയില്ല. കാരണം ഇനിയിപ്പോൾ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ എൻ്റെ ബൈക്ക് നമുക്ക് തിരിയാനുള്ള സാധ്യത ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി അടുത്ത ആഴ്ച എൻ്റെ ബൈക്ക് നന്നാക്കാനുള്ളൊരു വീഡിയോ ഉണ്ട്. സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.